ബലാത്സംഗം ചെയ്യപ്പെട്ട നിരവധി സ്കൂൾ വിദ്യാർത്ഥികളുടെയും സ്ത്രീകളുടെയും മൃതദേഹം ദഹിപ്പിക്കുകയും കുഴിച്ചുമൂടുകയും ചെയ്തിട്ടുണ്ട്. പറഞ്ഞത് ബംഗളൂരുവിലെ ധർമ്മസ്ഥലയിലെ മഞ്ജുനാഥ സ്വാമി ക്ഷേത്രത്തിലെ മുൻ ശുചീകരണ തൊഴിലാളിയാണ്. ജൂലൈ 3-ന് ദളിത് തൊഴിലാളി നൽകിയ പരാതിയിൽ ധർമ്മസ്ഥല പോലീസ് സ്റ്റേഷനിൽ കേസെടുത്തു. പിന്നീട് പക്ഷേ കാര്യമായി ഒന്നും നടന്നില്ല. സർക്കാർ പ്രഖ്യാപിച്ച അന്വേഷണ സംഘത്തിൽ നിന്ന് ഉദ്യോഗസ്ഥർ പിന്മാറി. ഒടുവിൽ പ്രത്യേക അന്വേഷണ സംഘം നാളെ സ്ഥലത്തെത്തുകയാണ്. SIT അംഗങ്ങളായ MN അനുച്ഛേദ്, ജിതേന്ദ്രകുമാർ എന്നിവർ ബംഗളൂരുവിൽ IG ഓഫീസ് സന്ദർശിച്ചു. ഞായറാഴ്ചയാണ് സർക്കാർ കേസ് SITക്ക് കൈമാറിയത്. പ്രണവ് മൊഹന്തി IPSന്റെ നേതൃത്വത്തിലാണ് സംഘം. ദീപക് മലയമ ചേരുന്നു വിശദാംശങ്ങളുമായി. ദീപക്, ഇത്ര ദിവസം എന്തായിരുന്നു ഭരണകൂടം ഈ വിഷയത്തിൽ ചെയ്തിരുന്നത് എന്നുള്ളത് വലിയ ചോദ്യമായി നിൽക്കുകയായിരുന്നു. ഏറ്റവും ഒടുവിൽ SIT സംഘം ആ സ്ഥലത്തെത്തുന്നു എന്നുള്ളത് തന്നെ വലിയ കാര്യം, അല്ലേ? ജോഷ്നി, അങ്ങനെ തന്നെ വേണം അനുമാനിക്കാൻ. പ്രത്യേകിച്ച് ഈ കേസിൽ നിർണായകമായ വഴിത്തിരിവ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. SIT സംഘത്തെ കർണാടക സർക്കാർ നിയോഗിക്കുന്നത് തന്നെ നിരവധിയായ പ്രതിഷേധങ്ങൾ ഉയർന്നതിന് പിന്നാലെയാണ്. നിരവധി മാധ്യമ വാർത്തകൾ ഉൾപ്പെടെ പുറം ലോകത്തേക്ക് എത്തിയതിന് പിന്നാലെയാണ്. ആ ഘട്ടത്തിലാണ് SIT അംഗങ്ങളായിട്ടുള്ള അനുച്ഛേദൻ IPS, ഒപ്പം തന്നെ ജിതേന്ദ്രകുമാർ IPS എന്ന ഉദ്യോഗസ്ഥർ നിലവിൽ മംഗളൂരുവിൽ എത്തിയിട്ടുള്ളത്. മംഗളൂരുവിലെ IG-യുമായി ഇരുവരും കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിട്ടുണ്ട്. നാളെ പ്രണവ് മൊഹന്തി IPSന്റെ നേതൃത്വത്തിലുള്ള SIT സംഘം ബെൽത്തങ്ങാടിയിലെത്തും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെയെങ്കിൽ നേരത്തെ തന്നെ ഡോക്യുമെന്റ്സ് എല്ലാം ശേഖരിക്കുന്ന നടപടിക്രമങ്ങൾ സംഘം പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. അതിനിടയിലാണ് DCP ആയിട്ടുള്ള D സൗമ്യലത അവർ ഈ SIT സംഘത്തിൽ നിന്ന് പിന്മാറുന്നു എന്നുള്ള വിവരം അറിയിച്ചത്. അത് ഔദ്യോഗികമായി തന്നെ ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ അവരുടെ ഒഴിവ് നികത്താനുള്ള ഒരു നിയമനം ഈ ഒരു ഘട്ടത്തിൽ വൈകാതെ തന്നെ ഉണ്ടാകും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതേസമയം തന്നെ ശുചീകരണ തൊഴിലാളി നടത്തിയിരിക്കുന്ന വെളിപ്പെടുത്തൽ അത് വളരെ ഞെട്ടിപ്പിക്കുന്നതാണ്. 100-ലധികം സ്ത്രീകളുടെയും കുട്ടികളുടെയും ഒക്കെ മൃതദേഹം തനിക്ക് കുഴിച്ചിടേണ്ടി വന്നു എന്നുള്ളതാണ് ആ മൊഴിയായിട്ടുണ്ടായിരുന്നത്. ആ മൊഴിയുടെ പശ്ചാത്തലത്തിൽ സ്വാഭാവികമായും ഇനി അന്വേഷണത്തിലേക്ക് സംഘം കടക്കും. നിലവിൽ 164 മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. കോടതി അത് പൂർണ്ണമായും രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ SITയെ സംബന്ധിച്ച് ആവശ്യമെങ്കിൽ വിശദമായ ഒരു മൊഴി കൂടി രേഖപ്പെടുത്താവുന്ന സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിൽ 17-കാരിയുടെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ധർമ്മസ്ഥലയിൽ ഒരു ആക്ഷൻ കമ്മിറ്റി പ്രവർത്തിക്കുന്നുണ്ട്. ആ ആക്ഷൻ കമ്മിറ്റി ഉയർത്തിയ ആരോപണങ്ങളിൽ മേൽ അന്വേഷണം ഉണ്ടാകും. ഒപ്പം തന്നെ ശുചീകരണ തൊഴിലാളി നടത്തിയിരിക്കുന്ന വെളിപ്പെടുത്തൽ അത് ക്ഷേത്ര പരിസരത്ത് പലയിടങ്ങളിലായി മൃതദേഹങ്ങൾ കുഴിച്ചിട്ടു എന്നുള്ളതാണ്. സ്വാഭാവികമായും ഇനിയിപ്പോൾ അന്വേഷണ സംഘത്തിന് ആ മേഖലയിൽ കൂടി പരിശോധന നടത്തുകയും വേണ്ടിവരും. വരുന്ന ദിവസങ്ങളിൽ അത്തരത്തിൽ പരിശോധനയിലേക്ക് സംഘം കടക്കും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. നേരത്തെ റോഷ്നി ആദ്യഘട്ടത്തിൽ സൂചിപ്പിച്ചതുപോലെ പല കേസുകളും തെളിവുകളില്ല, തുമ്പില്ല എന്ന് കാണിച്ച് പൂർണ്ണമായും ക്ലോസ് ചെയ്യുന്ന സാഹചര്യമാണ് ബെൽത്തങ്ങാടി പോലീസും ഒപ്പം തന്നെ ധർമ്മസ്ഥല പോലീസും സ്വീകരിച്ചിരുന്നത്. അതിൽ നിന്ന് ഭിന്നമായിക്കൊണ്ട് നീതി ഈ കുടുംബങ്ങൾക്കൊക്കെ ലഭിക്കും എന്നുള്ള പ്രതീക്ഷയാണ് 17-കാരിയുടെ കുടുംബവും ഒപ്പം തന്നെ മലയാളി കൂടിയായിട്ടുള്ള പത്മലതയുടെ കുടുംബവും ഒക്കെ ഈ ഒരു ഘട്ടത്തിൽ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. എന്തായാലും നാളെ രാവിലെ SIT സംഘം ധർമ്മസ്ഥലയിലേക്ക് എത്തും. ശരി, ദീപക് മലയമയാണ് വിശദാംശങ്ങൾ നൽകിയത്.